ഖരീഫ് സീസണിൽ സലാലയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എങ്കിൽ എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടിപ്സ് വീഡിയോസ് ആണിത്. നിങ്ങൾ പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ UAE ബോർഡർ റിക്വയർമെൻ്റ് ആണ് 3 months പാസ്പോർട്ട് വാലിഡിറ്റി, അതുപോലെ തന്നെ വിസ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പോകുന്ന വീക്കിൽ ലോൺ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ എക്സിറ്റ് ഫീ ആയിട്ട് UAEയുടെ ബോർഡറിൽ നിന്നും 35 dirhams ചാർജ് ചെയ്യും. ഒമാൻ്റെ ബോർഡറിൽ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. മോർ ഓവർ നിങ്ങളുടെ വണ്ടിക്ക് ഒമാൻ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ബോർഡറിൽ നിന്നും ഇൻഷുറൻസ് എടുക്കാം. ഇനി നിങ്ങൾ ഒമാനിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒമാൻ ടു സലാല ഡിസ്റ്റൻസ് വളരെ അധികമാണ്. അപ്പോൾ നിങ്ങൾ മാറി മാറി ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UAE പോലെ അവിടെ പമ്പുകൾ ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്ററിലൊന്നും നമുക്കുണ്ടാവില്ല. ബിറ്റ്വീൻ 100 to 200 കിലോമീറ്ററിലായിരിക്കും പമ്പ് ഉണ്ടാവുക. അതും വാഷ്റൂമിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ മോശമാണ്. ഇവിടുത്തെ കൂടെ നമുക്ക് ഫെസിലിറ്റീസ് ഒന്നും അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗ്രോസറീസ്, സൂപ്പർ മാർക്കറ്റ്സ് അങ്ങനെയുള്ള ഒന്നും ഒരു സെർട്ടൻ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് കാണാൻ കഴിയില്ല. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പോകുന്ന വഴി ഒരുപാട് വെഹിക്കിൾസ് ഒക്കെ ആക്സിഡൻ്റ് ആയി കിടക്കുന്നത് കാണാം. രാത്രി യാത്രകൾ മാക്സിമം ഒഴിവാക്കുക. കാരണം ഇവിടുത്തെ വിസിബിലിറ്റി വളരെ കുറവായിരിക്കും രാത്രി. ഇതുകൂടാതെ നിങ്ങൾ വെള്ളം, മറ്റ് ആഹാര സാധനങ്ങൾ എല്ലാം കൂടെ കരുതുക. രാത്രി സമയത്താണെങ്കിലും പകൽ സമയത്താണെങ്കിലും കടൽക്കൂമ്പാരങ്ങൾ റോഡിലേക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്തിട്ട് ഹൈമയിലോ നെസ്വയിലോ എന്തെങ്കിലും സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ഇനി നിങ്ങൾ സലാലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്മോൾ ഇൻസെക്റ്റിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സ്പ്രേ, ഇത് നമ്മുടെ ശരീരം ഫുള്ള് നമ്മൾ സ്പ്രേ ചെയ്യണം.